കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിമാരും ജനപ്രിയ നേതാക്കളുമായ സഹാവ് വി.എസ്. അച്യുതാനന്ദനെയും ശ്രീമാൻ ഉമ്മൻചാണ്ടിയെയും കടന്നാക്രമിച്ച വളരെ മോശമായ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ശ്രീമാൻ കെ.ബി. ഗണേഷ് കുമാർ. ഇത്രയും മ്ലേച്ഛമായ രീതിയിൽ സഹാവ് വി.എസ്. അച്യുതാനന്ദനെ പരിഹസിച്ചിട്ടുള്ള പുച്ഛിച്ചിട്ടുള്ള ഒരു വ്യക്തി കേരളത്തിൽ വേറെയുണ്ടാകില്ല. എന്തൊക്കെ ചെയ്തു ചെയ്തതിനു ശേഷം ചില സാധനങ്ങൾക്കൊന്നും ഉപയോഗമില്ല, ഇനി അതിനൊന്നിനും കൊള്ളത്തില്ല എന്നൊക്കെയാ പറയുന്നത്. ഇത് അച്യുതാനന്ദന്റെ രോഗം ഒരു ഞരമ്പ് രോഗമാണ്. കാരണം അതിന് കാമപ്രാന്തം എന്ന് പറയും. കാരണം അതൊരു പ്രായം കഴിഞ്ഞാൽ ഒരു പ്രായം കഴിഞ്ഞാൽ പറ്റാത്ത കാര്യങ്ങളെ ഓർത്ത് ഒരു വിഷമമുണ്ട്. പിന്നെ അതിനെക്കുറിച്ച് മാത്രമായിരിക്കും സംസാരം. ദിവസം പറഞ്ഞു ഏതാണ്ടൊരു സാധനം ഇത് എന്തൊക്കെ ചെയ്തു ചെയ്തതിനു ശേഷം ചില സാധനങ്ങൾക്കൊന്നും ഉപയോഗമില്ല, ഇനി അതിനൊന്നിനും കൊള്ളത്തില്ല എന്നൊക്കെയാ പറയുന്നത്. ഇത് അച്യുതാനന്ദന്റെ രോഗം ഒരു ഞരമ്പ് രോഗമാണ്. കാരണം അതിന് കാമപ്രാന്തം എന്ന് പറയും. കാരണം അതൊരു പ്രായം കഴിഞ്ഞാൽ ഒരു പ്രായം കഴിഞ്ഞാൽ പറ്റാത്ത കാര്യങ്ങളെ ഓർത്ത് ഒരു വിഷമമുണ്ട്. പിന്നെ അതിനെക്കുറിച്ച് മാത്രമായിരിക്കും സംസാരം. ഇത്രയും മ്ലേച്ഛമായ രീതിയിൽ സഹാവ് വി.എസ്. അച്യുതാനന്ദനെ പരിഹസിച്ച പുച്ഛിച്ച ആളെ ഇപ്പോഴും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്തുകൊണ്ടാണ്? ഇയാൾ മന്ത്രിസ്ഥാനത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന സർക്കാരിൽ ഭാഗമാകുവാൻ ഇയാൾ യോഗ്യനാണോ എന്നത് പിണറായി വിജയൻ സാറ് ഒന്നുകൂടി ചിന്തിക്കേണ്ടതാണ്. ഇത്തരത്തിലുള്ള ആൾക്കാരെ ഭരണമുന്നണിയിൽ ഉൾപ്പെടുത്തുന്നത് എന്തിനാണ്? സഹാവ് വി.എസ്. അച്യുതാനന്ദനെ ഇതുപോലെ പുച്ഛിച്ച ഒരാളെ കടക്കുപുറത്ത് എന്ന് പറഞ്ഞ് പുറത്താക്കേണ്ടതല്ലേ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻ്റായി രേഖപ്പെടുത്തണേ. നന്ദി, താങ്ക് യു, നമസ്കാരം.